എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഷെയർമാൻ ഫോർ ഷെയർ ടിപ്സ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ ഈ ടിപ്സ് എല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് മാത്രം എടുക്കുക. കാരണം ഈ കാര്യത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ഇതെൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം നിഫ്റ്റിയുടെ ചാർട്ടാണത്. നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടാണ്. ഇതിൽ യുദ്ധമൊക്കെ കാരണം നമുക്കറിയാം നിഫ്റ്റി ഒരു ലോസൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഡൗൺ പോയായിരുന്നു അല്ലേ. ഈ പോയിൻ്റ് വരെ നിഫ്റ്റി പോയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിഫ്റ്റി ഈ ഡൗൺ പോയിക്കൊണ്ടിരുന്നപ്പോഴും അതൊരു ചാനൽ ഉണ്ടാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നോക്കൂ, ഇങ്ങനൊരു ചാനൽ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ട്രെൻഡ് ലൈൻ അല്ലേ. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ട്രെൻഡ് ലൈൻ്റെ, നോക്കൂ അല്ലേ. എക്സാക്ട്ലി ഇങ്ങനെയൊരു ട്രെൻഡ് ലൈൻ ഉണ്ടാക്കി പോയി. പിന്നെ യുദ്ധമെല്ലാം തീരുമെന്ന് ഒരു പ്രതീക്ഷ വന്നപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് അത് മുകളിലേക്ക് പോയി ഇവിടെ ബ്രേക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസിലെത്തി വന്ന് നിൽക്കുന്നു അല്ലേ. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഏകദേശം 24,196. പക്ഷേ ഇപ്പോഴും ഇതൊരു ട്രെൻഡ് ലൈനിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നു? നോക്കൂ, ഒരു ട്രെൻഡ് ലൈനിലാണ് ഇപ്പോഴും അതുള്ളത്. ഇങ്ങനൊരു ചാനൽ ഇപ്പോഴും ഒരു ഫോർമേഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരു ചാനൽ ഫോർമേഷനാണ്. ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ഏകദേശം നിഫ്റ്റി അത് ബ്രേക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഈ പോയിന്റിലായിരിക്കും അത് അവസാനിക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിഫ്റ്റി ഏകദേശം വീണ്ടും 24,296 പോകുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്, ഏപ്രിൽ 13. 14 നാളെ അവധിയാണ്. 15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് നോക്കാം. ഇവിടെ നിന്നും ഇത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണ്. ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് 23,143 ലെവലായിരിക്കും. ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് ആയത്. ആ ലെവലിലേക്ക് ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നിഫ്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അനാലിസിസ്. ഇനി നമുക്ക് സ്വിംഗ് സ്റ്റോക്സ് നോക്കാം. സ്വിംഗ് സ്റ്റോക്സിൽ മെയിനായിട്ട് ഞാൻ എൻ്റെ അനലൈസിസ് പ്രകാരം നോക്കിയിരുന്നത് വോൾട്ടാസിലാണ്. ഇത് വോൾട്ടാസിൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണ്. എൻ്റെ ഒരു അനലിസിസ് പ്രകാരം ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ എൻട്രി ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. 1295 എന്ന ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. അത് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് സംഭവിച്ചപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തി. ഇനി ഇത് ഈ ലെവൽ പോലെ 1143 എന്ന ലെവൽ വരെ പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 1:1 എന്ന ഒരു അനുപാതത്തിൽ അത് പോകുവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഒരു ലോങ് പൊസിഷൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നോക്കൂ, 2:1 ലോണാണ്. ഇവിടെ നമുക്കൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുക്കാം. 3:2.1 എന്ന ലെവലിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നോക്കി വെച്ചിരുന്ന സ്റ്റോക്കാണ് ബ്ലൂ സ്റ്റാർ കോയിൻ്റെ. ഇത് ഞാനും ഓൾറെഡി എൻട്രി എടുത്തായിരുന്നു. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഇവിടെ നിന്നാണ് ടാർഗറ്റ്. ഇത് ഇനിയും പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം നോക്കൂ, ഇനിയും ഒരു 1539 പോയിൻ്റ് വരെ ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ ആഴ്ചത്തേക്കുള്ള എൻ്റെ സ്വിംഗ് സജഷൻസ്. ഇനിയും എന്തെങ്കിലും അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഇനിയും വേറെ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ കണ്ടത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ ട്രേഡ്സിന് വേണ്ടി നിങ്ങൾക്ക് എടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.